എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്ര വ്ളോഗ്സ് വള്ളികുന്ന്. ഞാനൊരു വാളരിപ്പയർ തോട്ടമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു ചെലവുമില്ല, രോഗങ്ങളൊന്നുമില്ല. ഇത് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്താണ്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് രാജൻ സാമുവൽ എന്നാണ്. അദ്ദേഹം പറഞ്ഞു ഇതിന് യാതൊരു രോഗങ്ങളില്ല, പൂത്ത് തളിർത്ത് ഇഷ്ടം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ചെലവുമില്ലെന്നുള്ള, ഒരു പ്രാവശ്യം നടുക. അപ്പൊ അതിന്റെ നടുന്ന രീതിയെ കുറിച്ച് അദ്ദേഹത്തിന് മറ്റനേകം കൃഷികളും ഉണ്ട്, അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജൻ സാമുവൽ, ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം പഞ്ചായത്തിലുള്ള ആളാണ്. ഞാൻ ചെറിയൊരു കൃഷിക്കാരനാണ്, ചെറിയ രീതിയിലുള്ള ഒരു കൃഷി ചെയ്യുന്ന ആളാണ്. ഇത് നമ്മുടെ വാളരിപ്പയർ, പണ്ട് ഇത് ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പം ഇത് വളരെ കുറവാണ്. പിന്നെ എൻ്റെ മരുമോൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട്. മരുമോൻ കൊണ്ടുത്തന്ന ഒറ്റ എനിക്ക് കിട്ടിയതാ. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു കണ്ടാൽ അറിയാം, ഒറ്റ മൂടേ ഉള്ളൂ. ആ മൂട്ടിൽ നിന്നാണ് ഇത്രയും സാധനം പടന്ന് ഇവിടെ വിശാലമായിട്ട് ഇത്രയും ഏരിയയിൽ പടന്നത് ഒറ്റ ഒരു മൂട. പക്ഷെ ഇതിനകത്തുനിന്ന് ഞാൻ ഏതാണ്ട് 2500-3000 രൂപയുടെ ഈ പയർ വിറ്റു. സൂപ്പർ സാധനമാണ് ഇത്, കഴിക്കാൻ ഏറ്റവും നല്ല സാധനം. യാതൊരു വളവുമില്ല, വെറും അടുപ്പിലെ ചാരം മാത്രം, ചാരവും വെള്ളവും. പിന്നെ മഴ ആയതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടില്ല, ചാരം മാത്രം ഇട്ട് കൊടുത്തു. പിന്നെ ഇത് വളരെ രുചികരമായുള്ള സാധനമാണ്. ഒരു വിഷവും ഇല്ല, അതുപോലെ ഇതിന് യാതൊരു കീടത്തിന്റെ ശല്യവും ഇല്ല. സാധാരണ നമ്മൾ പയറും മറ്റു കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാം നല്ല പച്ച ഇല, പച്ചക്കായ. പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനേക്കാളും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇതെടുക്കാം. അപ്പോൾ ഇത് തോരൻ വെക്കാനായാലും മെഴുക്ക് വരട്ടാനായാലും പിന്നെ കറികൾക്ക് ഉപയോഗിക്കാനായാലും വളരെ ടേസ്റ്റിയുള്ള സാധനമാണ്, വളരെ നല്ല സാധനമാണ്. പിന്നെ എല്ലാവരും കൃഷി ചെയ്യണം. ഇങ്ങനെയുള്ള പച്ചക്കറികൾ എല്ലാവരും കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കാൻ ഇതുപോലെ നമ്മൾ കൃഷി ചെയ്ത് ചെറിയ രീതി മതി. നമുക്കൊരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഈ പുറത്തുനിന്ന് വരുന്ന സാധനം എന്തുമാത്രം വിഷം അടിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിലൊക്കെ എത്രയോ നല്ലതാണ്. നമ്മുടെ വീട് മുറ്റത്ത് ഞാൻ പറയുമ്പോൾ ഒറ്റ മൂടേ ഉള്ളൂ, കേട്ടോ, ഒറ്റ മൂടേ ഉള്ളൂ. ആ ഒരു മൂട്ടിൽ നിന്ന് ഞാൻ 2500-3000 രൂപയുടെ സാധനം വിറ്റത്. പിന്നെ നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ഇത് കൊടുക്കുകയും ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇത്. ഇതിനകത്ത് 3-4 കാ വരും, ബാക്കി അങ്ങ് പോവും. ഈ 4 കാ മതി. പിന്നെ അടുത്ത ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത മുട്ട് വരും, അത് ഇതുപോലെ വരും, കുടവായിട്ട് വരും. കുടവായിട്ട് വന്നിട്ട് 2-3 കാ പിടിക്കും, ബാക്കി അങ്ങ് പൊഴിഞ്ഞു പോകും. അതങ്ങനെ ഇതിൻ്റെ ശിഷ്ടം. ഇത് മൂത്ത് കഴിഞ്ഞാലുള്ള ഇതാണ്. മൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് പിന്നെ ഇത് അരി എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. ഇത് കുറേ ഉണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അത് എടുക്കുമ്പോൾ മൂത്ത് പോകുന്നത് പിന്നെ അങ്ങ് നിർത്തും. ഇത് കിലോയ്ക്ക് എന്ത് വില കിട്ടും? കിലോയ്ക്ക് 85 രൂപ 90 രൂപ ഉണ്ട് കിലോ. 90 രൂപ കിട്ടുമല്ലേ? 85 രൂപ 90 രൂപ കിലോ വിലയുണ്ട്. പറഞ്ഞല്ലേ, ഇത് എന്നും വിലയുണ്ട് ഈ ഒരു സാധനം. അതുപോലെ തന്നെ പിന്നെ ചതുരപ്പയർ, ഇതിനെന്നും വിലയുള്ള സാധനമാണ്. ചതുരപ്പയറും ഇതും വളരെ നല്ല ഡിമാൻഡുള്ള സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. കാരണം ഇത് പറഞ്ഞില്ലേ, വിഷമൊന്നും അടിക്കേണ്ട, ഒരു മരുന്നും അടിക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ല രുചികരമായ സാധനമാണ് ഇത്. തോരൻ വെക്കാനും മെഴുക്ക് പുരട്ടാന് കറിക്കകത്തിടാൻ എല്ലാം നല്ല നല്ല സാധനം. അതുകൊണ്ട് ഇതിൻ്റെ പൂ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ട് പൂവാ. അതാണ്ട് കണ്ടോ, കൊച്ചുനാളി ഒരു സൈസ് ചെടിയുടെ പൂവാണ് വരുന്നത് പോലെ, കുതിരപ്പുറത്തിരിക്കുന്ന പോലെ. എത്ര നല്ല സ്റ്റൈലാ, നല്ല ഇതാണ്. എല്ലാവരും കൃഷി ചെയ്യണം. ഒരു മൂട് മതി. ഒരു മൂട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 6-7-8 മാസം ഉപയോഗിക്കാം, നിസ്സാരമായിട്ട് ഉപയോഗിക്കാം. 8 മാസം വരെ ഇതിനകത്തുനിന്ന്. ഇപ്പം ഞാൻ ഇത് 6-7 മാസം കഴിഞ്ഞു, ഇപ്പോഴും കായുണ്ട്, ഇഷ്ടംപോലെ കായുണ്ട്. അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക, പൂത്തുകൊണ്ടിരിക്കും. അത് നമ്മൾ എടുക്കുന്നു, വീണ്ടും അത് പൂത്ത് കാ പിടിക്കുന്നു. പിന്നെ അധികം മൂക്കരുത്. ഇതൊരു ഉണ്ടായി കഴിഞ്ഞാൽ ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ എടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മൂക്കുമ്പോൾ നമ്മുടെ സാധാരണ പയർ പോലെ തന്നെ പയർ മൂത്ത് കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ നാര് വരുന്നത്, അതുപോലെ തന്നെ ഇതിന് നാര് വരും. ഇത് ആണ് കായ, ഇത് മൂത്തതാ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇത് ഉണങ്ങിയ ശേഷം നമ്മളെടുത്ത് കുറച്ച് ദിവസം തണലത്ത് ഇട്ടേക്കും. തണലത്തിട്ട് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കും. ഇത് പൊട്ടിച്ച ശേഷം ഇതാണ് അരി. ഇതിനകത്ത് ഒരു പയറിനകത്ത് 5-6 അരി കാണും, അതിൽ കൂടുതൽ കാണത്തില്ല. 4-5-6 അതിൽ കൂടുതൽ കാണത്തില്ല. അത് നമ്മൾ നല്ലോണം ഒന്നും കൂടെ തണുപ്പത്ത് വെച്ച് ഉണക്കി, തണുപ്പത്ത് വെച്ച് വേണം, വെയിലത്ത് വെക്കരുത്. ഒരു കാരണത്താലും വെയിലത്ത് വെക്കരുത്, തണുപ്പത്ത് തന്നെ വെച്ച് ഉണക്കി. ഇത് പിന്നെ
നമ്മളിപ്പോൾ ഇത് നടുന്ന വിവരം അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പം രാത്രിയിൽ വെള്ളത്തിലിടുക, ഇച്ചിരി സോഡോമോണസും കൂടെ വെള്ളത്തിൽ കലക്കി അതിനകത്ത് ഈ അരി ഇടുക. എന്നുവെച്ചാൽ മറ്റ് ഇതിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മൾ തടമെടുത്ത്, വലിയ തടം വേണ്ട, ചെറിയ ഉള്ള തടം മതി. തടം സാധാരണ പച്ചക്കറിക്ക് നമ്മൾ നടത്തില്ലേ, അതുപോലുള്ള തടം എടുത്തിട്ട് ഇച്ചിരി പിന്നെ ഇത് ഡോളോമൈറ്റ് ഇടുക. ഡോളോമൈറ്റോ കുമ്മായോ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് നടുന്ന സമയത്ത് ഇത് ശരിക്കും ഇതിൻ്റെ കണ്ണ്, ഇതാണ് കണ്ണ്. ഈ കണ്ണ് മേപ്പോട്ടിരിക്കണം. മേപ്പോട്ടിരിക്കത്തക്ക രീതി അത് ഒരു മണ്ണിനകത്തു നിന്ന് 1 ഇഞ്ച് താഴോട്ട് താത്ത് വെച്ചാൽ മതി. കൂടുതൽ മണ്ണ് വാരി ഇടണ്ട. 1 ഇഞ്ച് താത്ത് വെക്കണം. താത്ത് വെച്ചിട്ട് സാധാരണ നമ്മൾ ദിവസം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കിളിച്ച് വരും. കിളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും വേണ്ട. അത് വെള്ളം ഇച്ചിരി ഇപ്പോൾ ഉണക്കായതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കണ്ട, അത് കിളിച്ച് കയറി വന്നോളും. പിന്നെ നമ്മുടെ അടുപ്പിലെ ചാരമൊക്കെ കുറേശ്ശെ അതിന് വാരി ഇട്ട് കൊടുത്താൽ മതി. മറ്റു ഒരു വളവും ചെയ്യണ്ട. ഞാൻ ഇതിനകത്ത് ഒരു വളവും ചെയ്തില്ല. ചാരം അല്ലാതെ ഒരു വളവും ഞാൻ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ 2 അരി കുഴിച്ചിട്ടതാ, അത് കിളിച്ച് വരികയാണ്. ഇതിന് ഇനി പടത്തി ഞാൻ കൊടുക്കും ഇതിനെ മേളോട്ട്. വേണ്ട, ചാരമായിട്ടേക്കുന്നത്. മറ്റൊരു ഇത് പരിപാടിയില്ല. ചാരം വിട്ട് വെക്കുക, നട്ടു, കഴിഞ്ഞു. ഇത് എൻ്റെ കൊച്ചുമോളാണ്. ഇവിടെ സ്കൂളിൽ പോകുമ്പം ഇത് തോരൻ വെച്ചും മെഴുക്ക് പുരട്ടിയൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ആണ്, നല്ല സ്വാദാണ്. അത് നല്ല, നീ കൂട്ടുകാർക്കൊക്കെ കൊടുക്കൂ? അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവരെന്താ പറയുന്നത്? പച്ച ചോദിച്ചോ? നമുക്ക് കൊടുക്കാനില്ല, നമുക്ക് നമ്മുടെ ആവശ്യത്തിനേ ഉള്ളൂ, ഇല്ലേ? അവർക്കൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അരി കൊടുക്കാം കേട്ടോ. സ്കൂളിലുണ്ടോ കൃഷി? സ്കൂളിൽ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടോ? ഉണ്ടോ? അതാരാ കൃഷി ചെയ്യുന്നത്? വെരി ഗുഡ്. ഈ വീഡിയോ കണ്ടിട്ട് വാളരിപ്പയർ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഇതിന്റെ വിത്തും ഇതിന്റെ എങ്ങനെ ഇത് നടുന്ന രീതികളൊക്കെ എങ്ങനെ എത്തിക്കാൻ പറ്റും? അത് വിത്തിന് ആവശ്യമുള്ളവര് നമ്മളെ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ സാധനം എത്തിച്ചു കൊടുക്കാം, അരി എത്തിച്ചു കൊടുക്കാം. അപ്പം അവരൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ രീതി പറഞ്ഞു കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരി എത്തിക്കാം. പിന്നെ കൃഷി ചെയ്യുന്ന രീതി അന്നേരം നമുക്ക് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. താല്പര്യമുള്ളവർ കമന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൊടുക്കാം. അല്ല, പ്രത്യേകിച്ച് ഇത് കൃഷി ചെയ്യണം, എല്ലാവരും കൃഷി ചെയ്യണം, നല്ലതാ, എല്ലാവരും കൃഷി ചെയ്യണം. നമ്മുടെ ജാതിയാണ് ഇത്. തൃശ്ശൂരിൽ നിന്ന് ഒരു 8 വർഷം 8 വർഷം കഴിഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് ഇതുപോലെ വെച്ച് വിറ്റെടുത്ത് ഒന്ന് ഒരെണ്ണം മേടിച്ചിട്ട് വന്നതാ. ബഡ് തയ്യ, ഏതായാലും ബഡ് തയ്യ. ഇതിനകത്ത് ശരിക്കും കായ ഉണ്ടാകുന്നുണ്ട്. ഒരു കൊണ്ടുവന്ന ഒരു 3-ാമത്തെ വർഷം തൊട്ട് കായ ഉണ്ടാവും. ആദ്യമൊക്കെ 4-5 കാ വീതമേ ഉണ്ടാകത്തുള്ളായിരുന്നു. ഇപ്പം കായ ശരിക്കും ഉണ്ടാവുന്നുണ്ട്. ഇത് വിയറ്റ്നാം എർലിയാണ്. ഇത് 3 വർഷമായി, 3-ാം വർഷമാണ്. കഴിഞ്ഞ വർഷം ഇതിനകത്ത് 7 ചക്ക ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പം ഞാനിത് അടത്തിക്കളയാൻ പോയതാ. പിന്നെ ഞാൻ വിചാരിച്ച് ഇത് ചക്ക ആവുമോ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയത്. എന്തായാലും അത് ചക്കയായി എല്ലാം. അല്ലെ ഇപ്പൊ അടത്തിക്കളഞ്ഞാൽ ഭയങ്കര നഷ്ടമായി പോയി. ഇനി മുകളിലുണ്ടല്ലേ? മേളിലുണ്ട്. നല്ല അവര് പറഞ്ഞത് 3-ാം വർഷം കായ്ക്കുമെന്നാ. ആ 3-ാം വർഷം കറക്റ്റ് കായ്ച്ച്. ഇപ്പൊ കഴിഞ്ഞ വർഷം കായ്ച്ച്, 2 വർഷം കംപ്ലീറ്റ് ആയപ്പോഴത്തേന് കായ്ച്ച് 7 ചക്ക ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം ഇത്ര ചക്കയുണ്ട്. ഇത് ഇന്ന് കൂടുതൽ ഒത്തിരി നിൽക്കുമ്പോ ചിലത് അടർത്തി കളയാം. അത് ഇപ്പൊ നമ്മളിപ്പോ അടത്തണ്ട. ഇതിപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു വിധം വലുതാവുമ്പോ നമ്മൾ അടത്തി മാറ്റിയാൽ മതി. ഇപ്പോഴെല്ലാം മാറ്റേണ്ട കാര്യമില്ല. ഇപ്പൊ അടത്തണ്ട. ഇപ്പൊ നമുക്കറിയത്തില്ല ഇത് ചക്ക ഏതാ വലുതാവുന്ന ചെറുതാവുന്നതെന്ന്. ഇപ്പൊ ഇത് കണ്ടല്ലോ, അതിലിരിക്കുന്നുണ്ടോ? അതിലത്തെ ആ ചെറുത് അടത്തി കളയണ്ട, കണ്ടോ? ആ അടുത്ത് 2-3 നിൽക്കി, 1 അടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 2 ചക്ക വലുതാവും. ഇതൊരു ഫ്രൂട്ട്സ് ആണ്. ഇത് പേര മാതിരിയുള്ള ഫ്രൂട്ട്സ്. എനിക്കറിയത്തില്ല ഇതിന്റെ പേരെന്തോന്ന്. പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഇത് എന്തുവാണെന്ന്. ഇത് ഇപ്പൊ ആദ്യമായിട്ട് പൂക്കുക. 2 വർഷമായി ഇത് വെച്ചിട്ട്. ആദ്യമായിട്ട് പൂക്കുക. നിറച്ച് പൂത്തിട്ടുണ്ട്, പക്ഷെ എന്തോ സംഭവം നമുക്കറിയത്തില്ല. ഇതെന്തോ ഫ്രൂട്ടാന്ന് അറിയത്തില്ല. പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേരെ. കുറച്ച് ഇതുണ്ട്, അപ്പം പൂക്കുന്നുണ്ടോ? എല്ലാം വേണ്ട, ചെറിയ ചെറിയ കായല്ലയോ, എല്ലാം ഇതുണ്ടാവും, നിറയെ കായാവും. ഇത് പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാ. ചെറിയ തയ്യായിരുന്നു.
2 വർഷമായി. 2 വർഷമാകുന്നു. പേരെന്താ ഇതിന്റെ? ഇതിൻ്റെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് സ്റ്റാർ ഫ്രൂട്ട് എന്നാണ്. ഇപ്രാവശ്യം ഇത് കൊണ്ടുവന്ന് അപ്പം തൊട്ട് കായ ഉണ്ടാകാൻ തുടങ്ങി. ശരിക്കും കാ പിടിക്കുന്നുണ്ട്. നല്ല മധുരമാണ് കേട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. ഈ കമ്പയിലൊക്കെ നിൽക്കുന്ന കാ കണ്ടോ? കണ്ടോ? കമ്പയിലൊക്കെ ശരിക്കും കാ പിടിച്ച് കിടപ്പുണ്ട്. നടന്നു പോയി. ഇവിടൊക്കെ ഉണ്ട് കായ. ഇവിടെ കൊല പോലെ പിടിച്ച് കിടപ്പുണ്ട്. കണ്ടോ? കണ്ടോ? കൊലയായിട്ട് പിടിച്ച് കിടപ്പുണ്ട്. കണ്ടോ? കൊലയായിട്ട് പിടിച്ച് കിടപ്പുണ്ട്.